ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. ഏപ്രിൽ മാസത്തെ ഫലമാണ് പറയുന്നത്. ഏപ്രിൽ മാസത്തിൽ അവിട്ടത്തിന്റെ പകുതിയും ചതയവും പൂരോരട്ടാതിയുടെ മുക്കാൽ ഭാഗവും കൂടി ചേരുന്ന കുംഭക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. കുംഭക്കൂറുകാർക്ക് ഈ മാസത്തിൽ ഗുണദോഷ മിശ്രത്തിൽ ഗുണമാണോ ദോഷമാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗ്രഹസ്ഥിതി തന്നെ എന്ന് എടുത്തു നോക്കാം. ലഗ്നത്തിൽ, അതായത് കുംഭൻ രാശിയിൽ നിൽക്കുന്നത് ബുധനും ശുക്രനും, 2ാം ഭാവത്തിൽ സൂര്യനും, 4ാം ഭാവത്തിൽ ചൊവ്വയും, 5ാം ഭാവത്തിൽ രാഹുവും, 11ാം ഭാവത്തിൽ കേതുവും വ്യാഴവും ശനിയും ആണ് നിൽക്കുന്നത്. ഗ്രഹസ്ഥിതി പൊതുവെ ചിന്തിച്ചു കഴിഞ്ഞാൽ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെല്ലാം വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റത്തെ സൃഷ്ടിക്കുന്നതാണ്. 10ാം ഭാവത്തിൽ നിന്നുകൊണ്ടിരുന്ന വ്യാഴം കൂടെ 11ാം ഭാവത്തിൽ വന്നതോടുകൂടിയിട്ട് കുംഭൻ രാശിക്കാർക്ക് വളരെ വളരെ ഗുണപരമായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് ഈ മാസത്തിൽ കാണുന്നത്. പുതിയ പുതിയ തൊഴിൽ ഉൽപ്പന്നങ്ങളുടെ വർധനവും പുതിയ പുതിയ ബിസിനസ്സിലേക്ക് കടക്കുകയും അതിൽ മൂലം ധനമാർഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും വിദ്യാഭ്യാസ തൃപ്തിയും വിദ്യാർത്ഥികൾ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുമെല്ലാം, എക്സാം നടന്നുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള നീക്കത്തിലൂടെ നല്ല മാർക്ക് കിട്ടുവാനുമുള്ള സാധ്യതയും എക്സാമിൽ വിജയിച്ചു വരുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻ നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. ധാന്യ വർധനവ് കാണുന്നുണ്ട്. ധനത്തിന്റെയും ധാന്യത്തിന്റെയും വർധനവ് കാണുന്നുണ്ട്. ലാഭങ്ങൾ, വിചാരിക്കാത്ത ലാഭങ്ങൾ വന്നു കൂടുന്നതുമാണ്. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻ നേട്ടം ചെയ്യാവുന്നതാണ്. സ്വർണ്ണാഭരണ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവും. ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയൊരു ഗുണപരമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം ഭവനത്തിൽ വെച്ച് നടത്തുവാനും, അതുപോലെ തന്നെ വിവാഹാദി കർമ്മങ്ങളിൽ അന്വേഷിച്ച് നോക്കുന്നവർക്കെല്ലാം അത് വിവാഹ നിശ്ചയത്തിന്റെ അടുത്തേക്ക് വരികയും വധുവിനെ കണ്ടെത്തുവാനുള്ള സാധ്യതയും കഴിക്കുന്നുണ്ട്. പ്രണയിച്ചിരിക്കുന്നവർക്കെല്ലാം പ്രണയസാഫല്യം കൈവരുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. കുടുംബത്തിൽ കലങ്ങി ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം അതും തെളിച്ചം വരികയും കുടുംബാധിവർഗങ്ങളിൽ ഐക്യം വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബന്ധുഗൃഹത്തിലും ബന്ധുക്കളുമായിട്ട് നല്ല സഹകരണം വരുവാനും ബന്ധുക്കൾ പുതുക്കുവാനും ബന്ധുക്കൾ വന്നു ചേരുവാനുമുള്ള സാധ്യത എല്ലാം ഇപ്പോൾ കാണുന്നുണ്ട്. പൊതുവെ ഇവർക്ക് മനസ്സിന് കുറച്ച് സുഖം കിട്ടുന്ന ഒരു അനുഭൂതിയാണ് ഉള്ളത്. പോലീസ് മേധാവിത്വം വഹിക്കുന്ന തൊഴിലുള്ളവർക്കെല്ലാം പ്രമോഷൻ അടക്കം വളരെ സുഖകരമായിട്ടുള്ള ഒരു അനുഭൂതിയും അവർ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ചിട്ടുള്ള സാധ്യതയും കാര്യസാധ്യതയും എല്ലാം കാണുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാവരും ഉദ്ദേശിക്കുന്നത് പോലെ കൈകാര്യങ്ങൾ ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളും ലാഭങ്ങളും വിജയങ്ങളും വന്ന് കഴിവരുവാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. വിദേശത്ത് ജോലി എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തിൽ പോയി ജോലി നേടുവാനായിട്ടുള്ള ആ ഒരു പ്രതിബന്ധങ്ങളെല്ലാം മാറി ഇപ്പോൾ അനുകൂലപരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് വരുന്നത്. വിദേശത്തിൽ നിന്ന് കുറെ കാലങ്ങളായി നാട്ടിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും വളരെ ഗുണപരമായിട്ടുള്ള ഒരു കാലമാണ്. അതുപോലെ തന്നെ വിദേശ പഠനത്തിനായി ശ്രമിക്കുന്നവർക്കും വിദേശത്ത് പോയി സെറ്റിലാകാനുള്ള ഒരു തീരുമാനമെടുക്കുന്നവർക്കും എല്ലാം ഈ മാസം വളരെ അനുകൂലപരമായിട്ടാണ് കാണുന്നത്. ഇവർക്ക് പൊതുവെ പറയുകയാണെങ്കിൽ 11ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ അവസ്ഥയും ലഗ്നത്തിൽ നിൽക്കുന്ന ബുധനും ശുക്രനുമെല്ലാം വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു ഫലമാണ് ഏപ്രിൽ മാസത്തിൽ ഫലം ചെയ്യുന്നത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനും പുതിയ ഭവനങ്ങൾ നിർമ്മിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക് വളരെ വളരെ അനുകൂലപരമായിട്ടുള്ളൊരു മാസമാണ് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ അത് വളരെ വ്യക്തമായും അതുപോലെ വളരെ നമ്മുടെ സൂക്ഷ്മതയോടുള്ള തീരുമാനങ്ങൾ വരികയും അതിനപ്പുറം കടന്നു